ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ വരുമ്പോൾ എല്ലാവരും അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്, എവിടെ ഗീതുവും ഗോവിന്ദും എവിടെയും ചോദിക്കുമ്പോൾ ഗോവിന്ദ നാളെ രാവിലെ വരും, ഗീതു വരത്തില്ലെന്ന് പറയുമ്പോൾ അതെന്താ ഗീതു ചേച്ചി വരാത്തേ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ ഗീതു ഇന്നെന്നല്ല ഇനി ഒരിക്കലും ഇവിടെ വരത്തില്ലെന്ന് പറയുകയാണ്. അതെന്താ അമ്മേ അവർ വരാത്തേ എന്ന് രേഖ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ, അവളെപ്പോലത്തെ ഒരു പെണ്ണിനെ ഇവിടെ കേട്ടേണ്ട ഒരു ആവശ്യമില്ല. ദേ കാഞ്ചനെ ഇന്ന് തന്നെ ഗീതുവിൻ്റെ ഡ്രസ്സുകളും ചെരുപ്പും എല്ലാം എടുത്ത് കത്തിക്കണം. നാളെ ഗോവിന്ദ് വരുമ്പോൾ അവൻ്റെ റൂമിൽ ഗീതു ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയെ വരാൻ പാടില്ല, എല്ലാം എടുത്ത് കത്തിക്കണം എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഇല്ല അമ്മ ഞാൻ സമ്മതിക്കില്ല, അതിനെ ഗീതു ചേച്ചിയുടെ ഒരു സാധനവും കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗീതു ചേച്ചി വരും, ഗീതു ചേച്ചി IAS കോച്ചിന് വേണ്ടി അവിടെ പോയതാണ്, എന്തായാലും ഗോവിന്ദൻ്റെ കൂടെ ഗീതു ചേച്ചി വരും, അമ്മക്ക് ഗീതു ചേച്ചിനെ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഗീതുവും ഗോവിന്ദും ഇനി ഒരിക്കലും ഒന്നായി ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ജീവിക്കില്ല എന്നൊക്കെ രാധികാമ്മ പറയുവാട്ടോ. അത് കേട്ട് നമ്മുടെ പ്രിയക്കാകെ ദേഷ്യം വരുവാണ്. അമ്മ വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയണ്ട, ഗീത ചേച്ചി IAS കോച്ചിങ്ങിന് പോയ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇനി എന്തായാലും ഉണ്ടാവില്ല, നാളെ രാവിലെ ഗോവിന്ദ് വരുമല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നാളെ ഗോവിന്ദ് വരുമ്പോൾ ഗോവിന്ദിനോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചോ, എനിക്കൊരു കുഴപ്പവും ഇല്ലയെന്ന് പറയുകയാണ്. ശേഷം കാഞ്ചനടുത്ത് വീണ്ടും പറയുകയാണ്, അവളുടെ സാധനങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞേക്കണം, അവളുടെ ഒരു സാധനങ്ങളും ഇനി ഈ വീട്ടിൽ വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കാഞ്ചന ശരി കത്തിച്ച് കളഞ്ഞോളാം എന്നിങ്ങനെ പറയുക കേട്ടോ. പ്രിയ പറയുന്നുണ്ട് ആ സമയത്ത്, ഈ അമ്മക്ക് ഗീതച്ചിനെ ഒരിക്കലും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത മരുമോൾ എന്ത് ചെയ്താലും കുറ്റം മാത്രമായിരിക്കുമല്ലോ, അതന്നെ അമ്മയുടെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക കേട്ടോ. അതൊന്നും രാധികാമ്മ കേൾക്കാണ്ട് അവിടെ ഇരിക്കുവാണ്. പ്രിയ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഗീത ചേച്ചിനെ നേരിട്ട് വിളിച്ചിട്ട് ഗീത ചേച്ചി എന്താ പറയണമെന്ന് ഞാൻ കേട്ട് നോക്കട്ടെ എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിനുശേഷം പ്രിയ എടുത്ത് പറയണ്ട, പ്രിയെ നീ അമ്മയെടുത്ത് എതിർത്ത് പറയാൻ മാത്രം ആയോ, അമ്മ പറയണതൊക്കെ കറക്റ്റ് തന്നെയാണ്, ഗീതു നീ വീട്ടിൽ വരില്ല എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അങ്ങനെ അമ്മ പറഞ്ഞത് മാത്രം ശരിയാക്കി വെക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഗീതു ചേച്ചിയെ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുവാണ്. ഗീതുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്, ലൗഡ് സ്പീക്കറിലിടാണ് പ്രിയ. ഹലോ ഗീതു ചേച്ചി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ഗോവിന്ദേട്ടനുണ്ടോ, ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരുടെ കൂടി വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, അല്ല അമ്മ ഇവിടെ പറഞ്ഞു ഗീതു ചേച്ചി വരത്തില്ല, ഗോവിന്ദേട്ടൻ മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു, ചേച്ചി IAS കോച്ചിങ് ഇവിടെയല്ലേ ചെയ്യാൻ പോണത്, ഇങ്ങോട്ട് വരില്ലേ ഗോവിന്ദേട്ടൻ്റെ കൂടെ എന്ന് പ്രിയ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരും മോളെ, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാധികാമ്മയല്ലല്ലോ ഞാനല്ലേ എന്ന് ഗീതു പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പ്രിയക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രിയ അപ്പോൾ സമയത്ത് ശരി ചേച്ചി എങ്കിൽ നാളെ നേരിട്ട് കാണാമെന്ന് പറയുന്നുണ്ട്. ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പ്രിയ ഫോൺ വെച്ചതിന് ശേഷം രാധികാമ്മടുത്ത് പറയുന്നുണ്ട്, കേട്ടില്ലേ ഗീതു ചേച്ചി എന്തായാലും ഇവിടെ വരും, ഉറപ്പായിട്ടും ഗീതു ചേച്ചി വരും, ഗീതു ചേച്ചി എനിക്ക് വാക്ക് തന്ന് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം രാധികാമ്മക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും അവിടെ പോയേ പറ്റൂ, രാധികേനെ പൊളിച്ചെടുക്കണം എന്നൊക്കെ ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രാധികാമ്മ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും അവളിവിടെ വരുവാണെങ്കിൽ പിന്നെ രാധിക ഈ വീട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മുകളിൽ ദേഷ്യത്തോടു കൂടി കയറി പോവാട്ടോ. അയ്യപ്പേട്ടനും അതുപോലെ തന്നെ ഡ്രൈവറേട്ടനും പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഗീതുവും ഗോവിന്ദും തിരിച്ചു വരുന്നത് ആഘോഷിക്കണ്ടേ, നമുക്ക് ആഘോഷം പൊടി പൊടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഗണപതി കുഞ്ഞിനോട് നന്ദി പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അയ്യപ്പേട്ടൻ പോകുക കേട്ടോ. ശേഷം ഗീതു ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചുറ്റുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗീതു ആ കാഴ്ച കാണുന്നത്, ആരോ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഗീതുക്കൊരു സംശയം തോന്നുവാണ്. ഗോവിന്ദ് തിരിച്ചു വരുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയതായിരുന്നു. ഗോവിന്ദ് തിരിച്ചു വരുമ്പോൾ ഗീതു കാര്യം പറയാൻ വേണ്ടി പോവാട്ടോ. അതേ ഗോവിന്ദേട്ട എന്നിട്ട് പറയാൻ പോകുമ്പോൾ ഗോവിന്ദ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഗോവിന്ദ് വേഗം കാറിലേക്ക് കയറുവാണ്. ഗീതു വീണ്ടും അവരെ നോക്കുന്നുണ്ട്. അതെ അവർ ഗീതുവിനെയും ഗോവിന്ദിനെയും തന്നെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗീതു വേഗം വണ്ടിയിൽ കയറിയതിന് ശേഷം സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, സർ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ആ വണ്ടി നമ്മളെ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആഹാ ആണോ, എങ്കിൽ നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കണ ഗുണ്ടകളായിരിക്കും എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഗുണ്ടകൾ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ദേഹത്ത് ഒരു പൊടി എന്നെ കൊന്നിട്ടേ അവർക്ക് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, സാറിൻ്റെ മേത്ത് ഒരു പൊടി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ല, ഈ ഗീതു ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ചിരിക്കുവാണ്. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഹൈവേയിൽ എത്തുമ്പോൾ വണ്ടി ഒന്ന് ഒതുക്കി മാറ്റിയിടാം, അപ്പോൾ അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കുമല്ലോ, അപ്പോൾ നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം, ആക്ഷൻ ഹീറോ ഗീതു എന്ന് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ എതിർക്കണം, എന്നെ രക്ഷിക്കണം, അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുവാട്ടോ. ഗീതു പറഞ്ഞിട്ട് സാറിനെ കളിയാക്കണ്ട, ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാവിനെ വരുണിനെയാണ്. രാധികാവൻ പറയുന്നുണ്ട്, എങ്കിലും അവിടെ വെച്ചിട്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും അവൾ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞതാണ്. ഗോവിന്ദാണെങ്കിലോ അവൾ ഒരിക്കലും ഭാര്യയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞാണ്, അത് പ്രതിജ്ഞ പോലെയാണ് അവൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്,
ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ലായിരിക്കും, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായിരിക്കും വെക്കുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. എന്തായാലും അവർ ഒരുമിച്ച് വരുന്നുണ്ട് അമ്മയുടെ മുമ്പിൽ അവർ രണ്ടുപേരും നാടകം കളിക്കുക എന്ന് പറയുമ്പോൾ രാധികാമ്മ പറയേണ്ട ഒരിക്കലുമില്ല. ഗോവിന്ദ് എൻ്റെ മുമ്പിൽ ഒരിക്കലും നാടകം കളിക്കില്ല. അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അവൻ അവിടെ വെച്ചിട്ട് ദൃഢമായിട്ടുള്ള തീരുമാനം എടുത്തത് തന്നെയാണ്. അവിടെ വെച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എങ്കിൽ അതിൻ്റെ പുറകിലും അവർ തന്നെയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയാനുള്ള പേരുണ്ടല്ലോ, വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. അവരാരാണമ്മേ? അവിടെ വെച്ചിട്ട് ഗീതുവിനെ രക്ഷിച്ചു, ഗീതുവിനെ 2 പ്രാവശ്യം രക്ഷിച്ചു. ദേ ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ മിക്കവാറും അവർ തന്നെയായിരിക്കും ഇടപെട്ടിട്ടുണ്ടാവുക. അവരാരാണമ്മേ? അമ്മക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ രാധികാമ്മക്കാകെ ദേഷ്യം വരും കേട്ടോ. രാധികാമ്മ വരുണിനോട് പറയുന്നുണ്ട്, വരുണെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദേ നോക്ക്, ഇനി ഒരിക്കലും ആ പേര് എൻ്റെ മുമ്പിൽ നീ ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ഇടപെടാനും പാടില്ല. നീ നിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടോളാം എന്ന് രാധികാമ്മ ദേഷ്യത്തിൽ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. രാവിലെ തന്നെ നമ്മുടെ ഗീതുവിനെ ഭദ്രനും വിലാസിനെയും വിളിക്കുകയാണ്. മോളെന്നാലും കൊള്ളാട്ടോ, ഇന്നലെ രാത്രി എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അതെന്തിനാ ഞാൻ രാത്രി വിളിക്കണത്? അല്ല, അവിടെ സന്തോഷ വാർത്ത നടന്നിട്ട് മോൾ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ, എന്ത് സന്തോഷ വാർത്ത എന്ന് പ്രിയ ചോദിക്കുമ്പോൾ ഗോവിന്ദ് മോനും അതുപോലെ തന്നെ ഗീതു മോളും വരുന്ന കാര്യമൊക്കെ അറിഞ്ഞു. അമ്മയെടുത്തത് ആര് പറഞ്ഞു? കാഞ്ചന പറഞ്ഞു എന്ന് പറയാണ്. ഞങ്ങൾ ഇപ്പം തന്നെ അവിടെ പുറപ്പെടാൻ പോകാമെന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട്, ദേ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഇങ്ങോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞില്ല, ഗീതച്ചിക്ക് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തതിന് ഞാനും വിനോദം എത്രയും പെട്ടെന്ന് വീട് മാറും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക കേട്ടോ വിലാസിനെയും ഭദ്രനെയും. അവരെ പേടിച്ചിട്ട് പിന്നെ അവിടെ പോകണ്ടെന്ന് വെക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.